ഇന്നലത്തെ ദിവസമാണല്ലോ വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ ഇന്നലെ സിജോയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നൊക്കെയാണ് അറിഞ്ഞത്. ബർത്ത്ഡേ ദിവസം ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് കേക്ക് കട്ടിങ്ങും ആഘോഷവും ഒക്കെ കഴിഞ്ഞിട്ടാണ് സിജോയുടെ എവിക്ഷൻ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷനാണ്. സിജോ പോലും വളരെ ഷോക്ക്ഡ് ആയിട്ടാണ് വീട് വിട്ട് ഇറങ്ങിയതെന്നാണ് കേട്ടോ അറിഞ്ഞത്. ഇതൊരു മോശമാണെന്ന് ഓർത്തോണം. ബർത്ത്ഡേ ദിവസം സിജോയെ സേവ് ചെയ്യുമായിരിക്കും എന്ന് പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ലാലേട്ടനോട് സ്റ്റേജിൽ വെച്ചിട്ട് പറയുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടോ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ആകെ മൊത്തം ഒരു ഇമോഷണൽ രീതിയിലായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് പോകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, സിജോയുടെ എവിക്ഷന്റെ ഭാഗമൊക്കെ വരുമ്പോൾ. നമ്മള് സിജോയെ വിമർശിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതെല്ലാം ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതേ ഉള്ളൂ. ടോപ്പ് 5 കയറ്റിയില്ലെങ്കിൽ സിജോ ബീബിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിട്ടും അങ്ങനെ കുറെ എഴുതാപ്പുറം നമ്മൾ വായിച്ചിട്ടുണ്ട്. സത്യാവസ്ഥ അറിയാതെ കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നു. ഒരു വളരെ വലിയ അനീതി തന്നെയാണ് സിജോയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്നത് യാതൊരുവിധ സംശയവുമില്ല. ഒരുപാട് ആരോഗ്യപരമായ വെല്ലുവിളികളെയും പിന്നെ സമ്മർദ്ദങ്ങളെയും ഒക്കെ നേരിട്ട് വീണ്ടും പുള്ളി ഗെയിം കളിക്കാനായിട്ട് വന്നതാണ്. അതും ജയിക്കണം എന്നൊരൊറ്റ ചിന്തയായിട്ട് സിമ്പതി പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഒന്നും സിജോ ശ്രമിച്ചിട്ടില്ല എന്ന് ഓർത്തോണം. അത് പുള്ളിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഇത്രയും വലിയൊരു ദുരനുഭവം സിജോയ്ക്ക് ഉണ്ടായിട്ടും അത് ക്ഷമിച്ചു വിട്ടതാണ്. കേസ് കൊടുത്ത് കോമ്പൻസേഷൻ വാങ്ങിക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. ഈ ഷോ ഇനി മലയാളത്തിൽ സംപ്രേഷണം ചെയ്യാത്ത രീതിയിലുള്ള പണി സിജോയ്ക്ക് കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരാളോട് കാണിച്ച നന്ദികേടും നെറുകേടും തന്നെയാണ് ഇത്. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല, കാരണം അവര് കോർപ്പറേറ്റുകളാണ്. പണം, ലാഭം, അതൊക്കെയാണ് എല്ലാം. അതിനുവേണ്ടി അവരെന്തും ചെയ്യുമല്ലോ. അത് നമുക്ക് അറിയാവുന്ന കേസുമാണ്. പിന്നെ ഈ പറഞ്ഞ ആ ഒരു ഭീഷണി, ആ ഒരു കാര്യത്തിനൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായതല്ല. അതൊക്കെ ഞാൻ പിൻവലിക്കുകയാണ്. അങ്ങനെ ഒരു ഭീഷണിയൊക്കെ സിജോ മുഴക്കിയിരുന്നുവെങ്കിൽ പുള്ളി 100 ദിവസം അവിടെ നിന്നേനെ. ഈ 91ാമത്തെ ദിവസം പിടിച്ച് പുറത്താക്കത്തില്ലായിരുന്നു. അങ്ങനെയൊന്നും പുള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമായി. അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല സിജോ. വളരെ നീറ്റായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പുള്ളിയെ മനസ്സിലാക്കാൻ പ്രേക്ഷകരെ കൊണ്ട് പറ്റിയില്ല. അതാണ് വോട്ടുകൾ കുറഞ്ഞു പോയത്. വോട്ടുകൾ കുറഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് സിജോ പുറത്തായത്. അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും സിജോ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ റിയലി സോറി. നിങ്ങൾ ബീബിയെ ഭീഷണിപ്പെടുത്തി ടോപ്പ് 5 വരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടെപ്പോഴും ഇട്ട ഒരു വീഡിയോയില്. അങ്ങനെ പറഞ്ഞപ്പോൾ സത്യമായിട്ട് നമ്മൾ ഓർത്തില്ല 91ാമത്തെ ദിവസം ഇങ്ങനെ ഒരു നെറുകയുടെ ബിഗ് ബോസ് കാണിക്കുമെന്ന്. കാരണം നിങ്ങളൊരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം.